ഒരു അനാലിസിസ് പാർട്ട് നിങ്ങൾ നടത്തി മൈൻഡിലുണ്ട് ഉത്തരം അല്ലെ. നമുക്ക് ഓരോന്ന് നോക്കാം. ഇത് എന്തിന് എക്സാമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഇൻഫ്ലേഷൻ ആണ്. ഇൻക്രീസ് ഇൻ ടാക്സ് എന്താ സംഭവിക്കുക? ഗവൺമെന്റ് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഡിസ്പോസബിൾ ഇൻകം ഡിക്രീസ് ചെയ്യും. ഡിസ്പോസബിൾ ഇൻകം ഡിക്രീസ് ചെയ്തതിന് ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന് ബൈ ചെയ്യാനുള്ള വാങ്ങാനുള്ള കപ്പാസിറ്റി കൂടാണ് ചെയ്യുക കുറയാണ് ചെയ്യുക? കുറയും. ഇത് ഏതിന് എക്സാമ്പിളാ? ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ പൈസ കൂടുക അല്ലെ. അത് സപ്ലൈ സൈഡ് പുഷ് ചെയ്യുന്ന ഫാക്ടറാണ് ഇൻഫ്ലേഷന്റെ. പക്ഷെ ഇത് എന്തല്ല, ഡിമാൻഡ് അല്ല. അപ്പൊ രണ്ടും മിക്സ് ചെയ്തിട്ടായിരിക്കും കിടക്കുക. നമ്മൾ നോക്കുമ്പോ ഒക്കെ ടാക്സ് കൂട്ടിയതിന് സാധനത്തിന്റെ പൈസ കൂടും, പൈസ കൂടിയതിന് ഇൻഫ്ലേഷൻ അല്ലേ? ശരിയല്ല അങ്ങനെ ചിന്തിച്ചാലും. പക്ഷെ ഈ പറഞ്ഞ സ്പെസിഫിക് ചോദ്യത്തിന്റെ ഉത്തരാണോ? അല്ല. മനസ്സിലാക്കി ചെയ്യണം. UPSC നമ്മൾ ഓപ്ഷൻ വായിക്കുമ്പോ എല്ലാം ശരിയാന്ന് തോന്നും. ഈ പറഞ്ഞ ഉത്തരം ശരി തന്നെയല്ലേ? ഇൻഡയറക്റ്റ് ടാക്സ് അവര് സ്പെസിഫിക്കലി ഇന്ന ടാക്സ് എന്ന് പറഞ്ഞിട്ടില്ല. അത് എന്തെന്നാവാം? ഇൻഡയറക്റ്റ് ടാക്സ് കൂടിക്കഴിഞ്ഞാൽ GST കൂടിക്കഴിഞ്ഞാൽ സാധനത്തിന്റെ പൈസ കൂടും. കറക്റ്റ് അല്ലേ സ്റ്റേറ്റ്മെന്റ്? പക്ഷെ അങ്ങനെ കൂടുന്നത് ഡിമാൻഡിലാണ് വരാ, സപ്ലൈയിലല്ലേ വരാ. കറക്റ്റ് അല്ലേ? ഓക്കെ. സെക്കൻഡ് വൺ, ഡിക്രീസ് ഇൻ ടാക്സ്. ഡിക്രീസ് ഇൻ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പോസബിൾ ഇൻകം കൂടും. ഡിസ്പോസബിൾ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. കറക്റ്റ് അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇൻക്രീസ് ഇൻ വേജ്, അതിനൊരു പ്രത്യേകതയുണ്ട്. രണ്ട് ടൈപ്പിലും വരും. അതുകൊണ്ടാണ് അതിനെ സ്പെസിഫിക്കലി രണ്ട് ടൈപ്പിൽ അതെങ്ങനെ വരാ? ഇൻക്രീസ് ഇൻ വേജ്. വേജ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ എക്സ്പെൻഡിച്ചർ അല്ലേ? ഇപ്പൊ വേജ് കൂട്ടിക്കഴിഞ്ഞാൽ സപ്ലൈ സൈഡിലും ഇൻഫ്ലേഷൻ ഉണ്ടാവും. മനസ്സിലായോ എന്താ ഈ ചോദ്യം ഇട്ടെന്ന്? അതേപോലെ തന്നെ വേജ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പോസബിൾ ഇൻകം കൂടല്ലേ ചെയ്യാ? വേജ് കൂടാന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകം കൂടും. പേഴ്സണൽ ഇൻകം കൂടാന്ന് പറഞ്ഞാൽ ടാക്സ് ഒഴിവാക്കി ബാക്കിയുള്ള ഡിസ്പോസബിൾ ഇൻകം കൂടും. അതും എന്തിലേക്ക് തന്നെയാണ് ലീഡ് ചെയ്യുക? ഡിമാൻഡ്. അപ്പൊ ഈ പറയുന്ന ഇൻക്രീസ് ഇൻ വേജ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഇൻഫ്ലേഷനും സപ്ലൈ ഇൻഫ്ലേഷനും ലീഡ് ചെയ്യുക. അതാ പറഞ്ഞ ഒന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾ ആദ്യം എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും? ഇത് സപ്ലൈ മാത്രം ചിന്തിച്ച് ഉത്തരം തെറ്റെന്ന് ചിലപ്പോൾ ഇടും. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞത് പ്രകാരം ഫാക്ടർ എക്സ്പെൻഡിച്ചർ ആണ് വേജ്. വേജ് കൂടിക്കഴിഞ്ഞാൽ സപ്ലൈ കൂടുന്ന അറിയാം. അതിനർത്ഥം അത് ഡിമാൻഡിൽ ഇല്ലാന്നില്ലല്ലോ. ഡിമാൻഡിൽ അത് ഉണ്ടോന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഫോർത്ത് വൺ, ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ ഇതാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് UPSCയുടെയും വ്യത്യാസം. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇൻക്രീസ് ഇൻ വേജ് നമ്മൾ എവിടെ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്ത് വിട്ടിട്ടുണ്ടാവുക? ഫാക്ടർ കോസ്റ്റിൽ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. UPSC അത് ചിലപ്പോൾ അത് ഡിമാൻഡിൽ ഉണ്ടോന്നായിരിക്കും ചോദിക്കുക. അവിടെ ഞാൻ പഠിപ്പിക്കാത്തതാണോ അതിന്റെ പ്രശ്നം? നിങ്ങൾ ഒരു അടുത്ത ലെവലിൽ ചിന്തിക്കാത്തതാണ് അവിടെ പ്രശ്നം. അടുത്ത ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം. അതാണ് UPSCക്ക് വേണ്ടത്. നമുക്ക് ക്ലാസ്സിൽ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ബേസിക് ലെവലേ തരാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിലേക്ക് വരുന്ന ചോദ്യം ചിന്തിച്ചാൽ കിട്ടും. ആ ചിന്ത ആർക്ക് തന്നെ വേണം? യു ഷുഡ് കൾട്ടിവേറ്റ്. മനസ്സിലായോ? ഫോർത്ത് വൺ നോക്കിയേ, ഇൻക്രീസ്ഡ് എക്സ്പെൻഡിച്ചർ. ഒരു സംശയമില്ല, എക്സ്പെൻഡിച്ചർ കൂടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ കൂടും, മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ. അപ്പൊ ഇതിൽ ഏതൊക്കെ ശരിയാ? 2, 3, 4. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാഗ്ഫ്ലേഷൻ പോലെ തന്നെ സ്ട്രക്ചറൽ ഇൻഫ്ലേഷനും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക. നമ്മുടെ എക്കണോമിയിൽ നമ്മൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്കണോമിക് പോളിസീസോ ചേഞ്ചസോ കൊണ്ടുവരുന്ന സമയത്ത് വരുന്ന ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയുക? സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറയുക. ഇന്ത്യൻ എക്കണോമിയിൽ വെരി റീസെന്റ് ഡേയ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് ക്രൂഷ്യൽ ചേഞ്ചസ് ആണ്. ഒന്ന്, ഇൻട്രൊഡക്ഷൻ ഓഫ് GST. സെക്കൻഡ് വൺ, നമ്മളെല്ലാരും കയ്യിലുള്ള കാശും കൊണ്ട് ബാങ്കിന്റെ മുന്നിൽ വരി നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ? എന്താ അതിന്റെ പേര്? ഡീമോണറ്റൈസേഷൻ. ശരിയല്ലേ? ഡീമോണറ്റൈസേഷൻ എന്ന് പറയുന്നത് 2000 രൂപയിൽ നമ്മൾ റീസെന്റ് ഡേയ്സിൽ കണ്ടിരുന്നു. ആരെങ്കിലും എന്തേലും അറിഞ്ഞ? സൈഡിൽ കൂടെ അത് അങ്ങോട്ട് നടന്നുപോയി. പക്ഷെ 1000, 500 പിൻവലിച്ചപ്പോ അതായിരുന്നില്ലല്ലോ അവസ്ഥ. വളരെ മോശമായിരുന്നു. അപ്പൊ നല്ല രീതിയിലും ഗവൺമെന്റിന് ചെയ്യാൻ അറിയാം. ഇപ്പൊ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ പല കാര്യത്തിനായിരിക്കും ചിന്തിക്കാനും നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. കാലാകാലങ്ങളായിട്ട് എക്കണോമിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്ത്? നോട്ടുകൾ ഔട്ട്ഡേറ്റഡ് ആകുമ്പോൾ അത് പിൻവലിക്കും, പുതിയൊരു സർക്കുലേഷൻ വരും. പക്ഷെ 2016 പ്രശ്നം എന്തായിരുന്നു? ഓവർനൈറ്റിൽ ഒരു ഡിക്ലറേഷനും വന്നു, ഇന്ന ഡേറ്റിന്റെ തൊട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഇതും കൊണ്ടോടി. എന്തിനാ മോദിജി ആ ഒരു
സിറ്റുവേഷൻ കൊണ്ടുവന്നെ കള്ളപ്പണം തടയാൻ അല്ലെ. എന്നിട്ട് എന്താ സംഭവിച്ചത്? 500,000 സർക്കുലേഷനില് 99.999999 ഒക്കെ എവിടെ നിന്ന് തിരിച്ചെത്തി? ബാങ്കിൽ തന്നെ തിരിച്ചെത്തി. അപ്പൊ വേണ്ടവര് ബാങ്കിൽ നിന്ന് തന്നെ വേണ്ടത് എടുത്ത് കൊണ്ടുപോയി എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അതിന്റെ എഫക്റ്റ് ഉണ്ടായത് ഒരുപാട് സാധാരണക്കാർക്ക് ഒരുപാട് ആവശ്യങ്ങൾക്കും സ്വന്തം കാശ് കല്യാണത്തിനും മരിപ്പിനും ഒന്നിനും എടുക്കാൻ പറ്റാണ്ട് ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിന്ന് വളരെ മോശം സിറ്റുവേഷൻ ആയിരുന്നു അല്ലെ. ഇത്തരത്തിൽ എന്തെങ്കിലും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് എക്കണോമിയിൽ കൊണ്ടുവരുന്ന സമയത്ത് സംഭവിക്കുന്ന ഇൻഫ്ലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. whenever we are bringing structural changes in the economy which leads to inflation, which is called structural inflation. ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. ഇതിനെക്കുറിച്ച് നമുക്ക് അധികം ഡിസ്കഷൻ ഇല്ല. നേരത്തെ പറഞ്ഞ ഒരു ഡീറ്റെയിൽഡ് കാരണങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു റിനോവേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക് പോളിസി കൊണ്ടുവരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇൻഫ്ലേഷനും ഗ്രോത്തും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു പറഞ്ഞത്? Whenever the inflation is smaller scale, it is good for the economic growth. Whenever it is beyond a particular limit and whenever it is negative, both are not good for the economic growth. ശരിയല്ലേ? സോ ഈ ഒരു വാക്ക് ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്യാണ്. ഇവിടെ അവസാനം ഒരു വാക്ക് ഇട്ടിട്ടുണ്ട്. എന്താ? പ്രൈസ് സ്റ്റെബിലിറ്റി. ഈ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ആശയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത്? മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് വെച്ചാൽ റിസർവ് ബാങ്കിന്റെയും ഗവൺമെന്റിന്റെയും കൂട്ടുത്തരവാദിത്തമാണ് എന്ത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏത് റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്? 4 ± 2% മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പ്രൈസ് ഒരു ഫിക്സഡ് റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈസ് സ്റ്റെബിലിറ്റി. ഓക്കെ ആണോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യും. whether inflation is good for the economy or growth, എന്തെന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം? Whenever the inflation is within the limit or smaller scale, it is good for the economy and growth because it will provide sufficient return or profit for the producer. Whenever it is beyond a particular limit or inflation is very high, or when the inflation is very low, that is deflation. Both are negative for the economy and growth. വാട്ട് ആർ ദി ഡിഫറെന്റ് ടെക്നിക്ക്? അപ്പൊ നമ്മൾ എപ്പോഴും ഇവിടെ എക്കണോമിയിൽ എന്താ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് പഠിക്കും. ആ കൺസെപ്റ്റ് മെഷർ ചെയ്യാനുള്ള ഡിഫറെന്റ് ടൂൾസ് പഠിക്കും അല്ലെ. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 3 ടൂളുകളാണ്. ഫസ്റ്റ് വൺ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, സെക്കൻഡ് വൺ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, തേർഡ് വൺ GDP ഡിഫ്ലേറ്റർ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് GDP ഡിഫ്ലേറ്റർ? ഓർക്കുന്നുണ്ടോ? നോമിനൽ GDP റിയൽ GDP കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേം. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷത്തെ മാർക്കറ്റ് പ്രൈസ് എന്താണോ അതിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോമിനൽ GDP. റിയൽ GDPയോ ബേസ് ഇയർ, ഒരു സ്റ്റാൻഡേർഡ് വർഷത്തിലെ മാർക്കറ്റ് പ്രൈസിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? റിയൽ GDP അല്ലെ. 3 ഇൻഡെക്സ് ഉണ്ടെങ്കിലും കൂട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് ഇയാളാണ് കേട്ടോ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ റിസർവ് ബാങ്കിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, ഗവൺമെന്റിന്റെ കഥ. ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. എത്ര? 4 ± 2%. ഏത് പാരാമീറ്റർ ആണ് അവിടെ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് ഉപയോഗിക്കുക എന്നറിയോ? പണ്ട് WPI ആണ് ഉപയോഗിച്ചിരുന്നത് 2014 വരെയൊക്കെ. 2014 ശേഷം മോണിറ്ററി പോളിസി കമ്മിറ്റി ടാർഗറ്റ് ചെയ്യുന്നത് ഏത് പാരാമീറ്ററിനെയാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെയാണ്. ജനറലി നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഇൻഫ്ലേഷൻ ഇന്നൊരു ന്യൂസ് ഉണ്ട്, വായിച്ചോളൂ കേട്ടോ. ഇന്ന് എക്കണോമി അല്ലെങ്കിൽ ബിസിനസ് പേജിൽ ഒരു ന്യൂസ് ഉണ്ട് ഇൻഫ്ലേഷനെ കുറിച്ച്. ജനറലി നമ്മൾ ഫോക്കസ് ചെയ്യുക ഏതിനെയാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്. എന്തായിരിക്കും കാരണം? ലോജിക്കലി ഒരു റീസൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ പേരിൽ തന്നെ ഉണ്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് 2 ആൾക്കാരാണ് എക്കണോമിയിലുള്ളത്. ആര്? ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ആരുടെ സൈഡിൽ നിന്നായിരിക്കും? കൺസ്യൂമർ, നമ്മൾ ഹൗസ് ഹോൾഡിന്റെ ഭാഗത്തു നിന്നായിരിക്കും. ഹോൾസെയിൽ പ്രൈസ്, ഹോൾസെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയോ കുറെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്കല്ലേ ഹോൾസെയിൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ആരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും? പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും. അൾട്ടിമേറ്റ്ലി എക്കണോമിയിൽ ആരെയാണ് നമുക്ക് സമാധാനാക്കി നിർത്തേണ്ടത്? വാങ്ങുന്ന ആളുകളല്ലേ, ഡിമാൻഡ് ചെയ്യുന്ന ആളുകളല്ലേ. സോ കൺസ്യൂമർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ എക്കണോമി. ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ എക്കണോമിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിനേക്കാളും ആരാണ്?
കൺസ്യൂമർ ആണ്. സോ ദാറ്റ് ഈസ് വൈ വി ആർ ഗിവിംഗ് മോർ എംഫസിസ്. ഞാൻ എൻ്റെ എക്കണോമിക് റീസൺസ് ഞാനത് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പറയാം. ഓക്കെ അല്ലേ? ഇത് ഓരോന്നും ഓരോരോ പാരാമീറ്റർ അല്ല, നമ്മുടെ എക്കണോമിയുടെ ഓരോ കൺസെപ്റ്റുകളാണ്. ഒന്ന്, ഹൗസ് ഹോൾഡിന്റെ ഭാഷയിൽ നമ്മൾ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ സൈഡിൽ നിന്ന് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഇനി ജി ഡി പിയുടെ ടൈമിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ ജി ഡി പി ഡീഫ്ലേറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ആളുടെ കമ്പാരിസണിലേക്ക് കിടക്കാണ്. ഈ പറയുന്ന ഓർഗനൈസേഷന് മുന്നേ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ? ഇപ്പൊ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന CPI തന്നെയാണ്, ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന CSO തന്നെയാണ് എന്തും കാൽക്കുലേറ്റ് ചെയ്യുക, CPI കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് CPI? സ്പെസിഫിക്കലി ഞാനിവിടെ വട്ടിടാം, ഓൾ ഇന്ത്യ CPI. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒരുപാട് തരത്തിലുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഗ്രികൾച്ചറൽ ലേബറർ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഡസ്ട്രിയൽ വർക്കർ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റൂറൽ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അർബൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓൾ ഇന്ത്യ. അതിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI ഓൾ ഇന്ത്യ ആണ് ആര് മെഷർ ചെയ്യുക? CSO മെഷർ ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം വേറെ വേറെ ഏജൻസീസ് ആണ് മെഷർ ചെയ്യുക കേട്ടോ. ഓരോന്നും ഓരോരുത്തരുടെയും ടേംസിൽ നമ്മൾ പാരാമീറ്റർ. നിങ്ങൾ DA എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗവൺമെന്റ് സർവൻസിന് DA അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അവരുടെ ബേസിക് പേയുടെ ഒരു പെർസെൻറ്റേജ് അവർക്ക് ഡിയർനെസ് അലവൻസ് ആയിട്ട് കൊടുക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ജീവിത ചെലവുകൾ കൂടുമ്പോൾ ആ ചെലവിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്. ഈ ഡിയർനെസ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യുക CPI IW വെച്ചിട്ടാണ്. CPI ഇൻഡസ്ട്രിയൽ വർക്കർ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ പാരാമീറ്ററും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. CPI അഗ്രികൾച്ചറൽ ലേബർ ഉണ്ട്. അഗ്രികൾച്ചറൽ ലേബറിന്റെ ഇൻഫ്ലേഷൻ നോക്കിയിട്ടാണ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പോളിസി ഉണ്ടാക്കുക. പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ഒരു പോളിസി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ CPI ആയിരിക്കുമോ ഗവൺമെന്റ് എടുക്കുക? എന്തായിരിക്കും? WPI ആയിരിക്കും. എല്ലാ പാരാമീറ്ററും നമ്മൾ പലത് പഠിക്കുന്നുണ്ടെങ്കിൽ പലതിനും ഓരോരോ റീസൺസ് ഉണ്ട്. ഗവൺമെന്റിന് പലതരത്തിലുള്ള പോളിസീസ് എടുക്കുന്നതിനാണ് പല ആളുകളുടെ സൈഡിൽ നിന്ന് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാ കഥയും ക്ലാസ്സിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഓരോന്നും എന്തിനൊക്കെയാന്ന് ഡീറ്റെയിൽ ചെയ്യാത്തത്. ഒന്ന് രണ്ടെണ്ണം എന്തിനാന്നൊരു ഐഡിയ കിട്ടിയ ഇതുപോലെ ബാക്കിയുള്ളതിനും ഓരോ പർപ്പസുകൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡിയർനെസ് അലവൻസ് പോലെയുള്ളതാണ് CPI ഇൻഡസ്ട്രിയൽ വർക്കർ ഉപയോഗിക്കുക. ഇതാണ് കഥ. നീ നോക്കി 2014 വരെ RBI ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? എവിടെ? 2014 തൊട്ട് RBI ഉപയോഗിക്കുന്നത് ഓൾ ഇന്ത്യ CPI ആണ്. അതിനു മുന്നേ ഉപയോഗിച്ചിരുന്നത് പ്രീവിയസ്ലി ഉപയോഗിച്ചിരുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? WPI ആണ്. ഈ 2014 എന്ന് സ്പെസിഫിക്കലി പറയാനുള്ള കാരണം 2014 മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം നിലവിൽ വന്നത്. 2014 മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം. പലതവണ പറയുന്നത് കൊണ്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ 6 മെമ്പേഴ്സ് ആണുള്ളത്. ഭാവിയിൽ ഞാൻ വീണ്ടും പറഞ്ഞു തരും കേട്ടോ. RBI എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 members ഫ്രം RBI, 3 members ആർ അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. RBIയിൽ നിന്ന് 3 members ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു മെമ്പർ എന്ന് പറയുന്നത് ഗവർണർ ഓഫ് RBI ആണ് കേട്ടോ. ഗവർണർ ഓഫ് RBI ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഡെപ്യൂട്ടി ഗവർണർ ഇൻചാർജ് ഓഫ് മോണിറ്ററി പോളിസി ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു മെമ്പറും ഉണ്ടാവും RBI. ഇനി സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന 3 members എന്ന് പറയുന്നത് 4 വർഷത്തേക്കാണ് അവരുടെ ടേം എന്ന് പറയുന്നത്. എന്താണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ എയിം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ലിമിറ്റിംഗ് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത്. എന്ത് വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത് എന്ന് പറയാൻ അതിൻ്റെ ഒപ്പം കാരണം ഇൻഫ്ലേഷൻ ലിമിറ്റ് ചെയ്യുക എന്നത് മാത്രമല്ല MPCയുടെ ഉദ്ദേശം. വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും കാരണം? ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇൻഫ്ലേഷൻ കുറച്ച് അത് ഡീഫ്ലേഷൻ ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എക്കണോമിക് ഗ്രോത്ത് വളരെ മോശമാവും. ശരിയല്ലേ? ഇപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലിമിറ്റിന്റെ ഉള്ളിൽ നിർത്തണം. എന്തിനാണ് ആ ഇൻഫ്ലേഷൻ ഇവർ ലിമിറ്റ് ചെയ്യുന്നത്? എക്കണോമിയിൽ ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ. വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ് എയിം
or motto of MPC, limiting inflation with the objective of ഗ്രോത്ത്. ഇതിന് വേണ്ടിയിട്ടുള്ള പല മെഷേഴ്സ് എടുക്കും. ജനറലി അവർ ടാർഗറ്റ് ചെയ്യുക ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു ടൂള്, അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോഴാണ് ആ വാക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കി കഴിഞ്ഞാൽ റിപ്പോ റേറ്റ് ഇത്ര ശതമാനം മാറ്റി, റിവേഴ്സ് റിപ്പോയിൽ ഇത്ര ശതമാനം മാറ്റി എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ കാണും. മെയിൻലി ഉപയോഗിക്കുന്ന ടൂള് റിപ്പോ റേറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെയും ഒരുപാട് ടൂളുകളുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടൂള്, ക്വാളിറ്റേറ്റീവ് ടൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ ഒരു തവണ കേട്ട് തലയിൽ വെക്കുക കേട്ടോ. പിന്നീട് കേൾക്കുമ്പോൾ നമുക്കതൊരു റിവിഷൻ ആവും. ഇതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ മോണിറ്ററി പോളിസിയുടെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് വേറൊരു ഡ്യൂട്ടിയും ഉണ്ട്. 3 ക്വാർട്ടറില് ഇൻഫ്ലേഷൻ അവർക്ക് ±2% ഉള്ളിൽ നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ ദേ ഷുഡ് കം അപ്പ് വിത്ത് എ പബ്ലിക് സ്റ്റേറ്റ്മെന്റ്. ഞങ്ങൾ ചെയ്ത പോളിസി പ്രകാരം ഞങ്ങൾക്ക് ആ ലിമിറ്റിന്റെ ഉള്ളിൽ വരുത്താൻ പറ്റിയിട്ടില്ല, അത് ഞങ്ങളുടെ ഫെയിലിയർ ആണെന്ന് അവർ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. എത്ര ക്വാർട്ടറിൽ വൈലേറ്റ് ചെയ്ത? 3 ക്വാർട്ടർ, 3 × 3 9 മാസം. 9 മാസത്തിന്റെ ഉള്ളിൽ ഇൻഫ്ലേഷൻ ആ ഒരു ലിമിറ്റിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ MPC ഷുഡ് കം അപ്പ് വിത്ത് എ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് വി ആർ അൺഎബിൾ ടു കണ്ടെയ്ൻ ഇൻഫ്ലേഷൻ വിത്തിൻ ദി ലിമിറ്റ് എന്ന് പബ്ലിക് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഇറക്കണമെങ്കിൽ മിക്കവാറും അവർ അതിന്റെ ഉള്ളിൽ അത് ശരിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. സോ ഇറ്റ് വിൽ എൻഷുർ ദി അക്കൗണ്ടബിലിറ്റി. കുറെ എന്തൊക്കെ കാര്യങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യൂ കേട്ടോ. ഈ MPC നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ എന്ത് മനസ്സിലായ അത്ര മതി. അപ്പൊ എന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. MPC ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് പാരാമീറ്റർ തന്നെയാണ്? ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ. നമുക്കിനി അടുത്ത സ്ലൈഡിൽ എന്ത് ചെയ്യാം? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും കമ്പയർ ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്. കമ്പാരിസൺ ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇപ്പൊ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചുള്ള ഡിസ്കഷനിൽ നിന്ന് മനസ്സിലായി ആരുടെ സൈഡിൽ നിന്നാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നത്? പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്നാണ് ഹോൾസെയിൽ പ്രൈസ്. ക്ലാസ്സിൽ നിന്നൊക്കെ എല്ലാം പഠിച്ചു തീരൂട്ടെ ഇവിടെ തന്നെ. ഇപ്പൊ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ വി ആർ മെഷറിംഗ് ദി പ്രൈസസ് ഓഫ് കൊമോഡിറ്റീസ് അറ്റ് ദി ഹോൾസെയിൽ ലെവൽ, ദാറ്റ് ഈസ് ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് പ്രൊഡ്യൂസർ. WPI is measured at the perspective of producer. കൺസ്യൂമർ പ്രൈസ് ആണെങ്കിലോ ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് റീറ്റെയിൽ ലെവൽ. റീറ്റെയിൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെന്ന് വാങ്ങുന്ന ആ ഒരു ലെവലിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ? റീറ്റെയിൽ ലെവൽ എന്ന് പറയാം. കൺസ്യൂമർ പ്രൈസ് ഈസ് മെഷേർഡ് ഇൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് ഹൗസ് ഹോൾഡ് ഓർ കൺസ്യൂമർ. രണ്ടും മെഷർ ചെയ്യുന്നത് 2 ഡിഫറെന്റ് ഏജൻസീസാണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്ന ഏജൻസി അല്ലെങ്കിൽ ഓഫീസ് ആരാന്ന് നോക്കി. ഈ ഡിഫറൻസ് പഠിച്ചു വെക്കണം. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആരാണ് മെഷർ ചെയ്യുന്നത്? ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്. CPI മെഷർ ചെയ്യുന്നത് ആരാ? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഏത് മിനിസ്ട്രി? ഓൾറെഡി പഠിപ്പിച്ചു തന്നു. Ministry of Statistics and Program Implementation. Measurement of inflation. ഈ ഹോൾസെയിലും കൺസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കിയേ. ഒരു ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ കമ്പനിക്കാരൻ അത് നേരിട്ട് പലപ്പോഴും ആരിലേക്ക് എത്തണമെന്നില്ല? കൺസ്യൂമറിലേക്ക് എത്തണമെന്നില്ല. അതെന്ത് ചെയ്യും? അയാൾ ഇന്റർമീഡിയറ്റ് വേറൊരാൾക്ക് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് ആദ്യം ഇയാൾക്ക് കൊടുക്കും. ഇയാളിത് വേറെ കുറെ ആളുകൾക്ക് കുറച്ച് ചെറിയ എമൗണ്ടിൽ കൊടുക്കും. ഇവർ ഓരോരുത്തരും വേറെ കുറെ ആൾക്കാർക്ക് ഒന്നും കൂടി ചെറിയ എമൗണ്ട്. ഇതിനല്ലേ നമ്മൾ ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ് എന്ന് പറയാ. അവസാനമാണ് ഇത് ആരുടെ കയ്യിലെത്തുന്നത്? നമ്മുടെ കൺസ്യൂമറിന്റെ കയ്യിലെത്തുന്നത് അല്ലെ. അപ്പൊ WPI ആണെങ്കിൽ ഏത് സ്റ്റേജിലാണ് മെഷർ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് WPI മെഷർമെന്റ്. ഇനി CPI മെഷർ ചെയ്യുന്നത് ഈ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷനിലാണ് CPI മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണോ പറയുന്ന കാര്യങ്ങൾ? ഇനി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്, WPI മെഷർമെന്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഗുഡ്സ് മാത്രമേ ഉള്ളൂ. കൺസ്യൂമറിൽ ഗുഡ്സും സർവീസസും കവേർഡ് ആണ്.
വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? WPI ഓൺലി മെഷേഴ്സ് ഗുഡ്സ് വൈൽ CPI മെഷേഴ്സ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ അല്ലേ? ഫോക്കസസ് ഓൺ WPI ഫോക്കസ് ഓൺ ഗുഡ്സ് ട്രേഡഡ് ബിറ്റ്വീൻ ബിസിനസ് ഹൗസസ്. ഗുഡ്സ് ട്രേഡഡ് ബിറ്റ്വീൻ ബിസിനസ് ഹൗസസ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ CPI ആണെങ്കിലോ പ്രൈസ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ കൺസ്യൂമർ. WPI ഗുഡ്സ് ഉള്ളിന്ന് വരുന്നത് ആ ടൈമിൽ സർവീസ് സെക്ടർ അത്രയും വിപുലമല്ലാത്തോണ്ടായിരുന്നു. അല്ല, അങ്ങനത്തെ ഒരു ബന്ധമില്ല. സർവീസ് സെക്ടറിന്റെ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേറെ സെപ്പറേറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓക്കെ അല്ലേ? WPI എന്ന് പറയുന്നത് പ്രൊഡക്ഷന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കൺസ്യൂമേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഗുഡ്സ് മാത്രം വാങ്ങുന്ന ആളുകളല്ലല്ലോ. നമ്മൾ ഗുഡ്സും വാങ്ങാറുണ്ട്, ഒരുപാട് സർവീസസ് അവൈൽ ചെയ്യാറുണ്ട്. പ്രൊഡക്ഷൻ ഹൗസസ് പ്രൊഡ്യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അവർക്ക് സർവീസ് ആവശ്യമില്ല. സർവീസിന് വേറെ ഉണ്ട്. സർവീസ് ഇൻഫ്ലേഷന് വേണ്ടിയിട്ട് വേറെ ഇൻഡെക്സ് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ടൈപ്പും പഠിക്കില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമാണ് UPSCക്ക് പഠിക്കേണ്ടത്. അത്രയേ ഉള്ളൂ കേട്ടോ.